നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിൽ അതിശക്തമായ മഴ പെയ്തിറങ്ങുകയാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുണ്ടായ കെടുതികൾ നമുക്കറിയാവുന്നതാണ്. നൂറിനടുത്ത ആളുകൾ മരണപ്പെട്ട വിനാശകരമായ ദുരിതമായി മഴ പെയ്തിറങ്ങുകയാണ് ചെയ്തത്. വിഫ എന്ന ചുഴലിക്കാറ്റ് മൂലം 3ഓളം രാജ്യങ്ങൾ അതിൻ്റെ കെടുതി ഇപ്പോഴും അനുഭവിക്കുകയാണ്. വിയറ്റ്നാമും തായ്ലൻഡും അതിൽ നിന്നും ഇതുവരെയും മുക്തമായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ സ്വാധീന ഫലമായി തന്നെയാണ് കേരളത്തിലും മഴ പെയ്തു തുടങ്ങിയത്. നിലവിൽ നദികളൊക്കെ തന്നെ നിറഞ്ഞു പൊങ്ങുന്നു. ഓറഞ്ച് യെല്ലോ അലർട്ടുകളാൽ നദീതീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിക്കുന്നു. തീരദേശ മേഖലകളിലുള്ളവർക്കും അതിശക്തമായ മുന്നറിയിപ്പ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും പ്രളയസമാന സാഹചര്യങ്ങളും കേരളത്തിലും ഓരോ മേഖലകളിലായി ജീവനെടുത്ത് തുടങ്ങുന്നു എന്നുള്ള ഭീതിജനകമായ ഒരു കാര്യം കൂടിയാണ് പറയേണ്ടത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട സമയം ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരത്തോട് ചേർന്നുള്ള ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. വടക്കു പടിഞ്ഞാറൻ മധ്യപ്രദേശിന് മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുകയാണ്. അടുത്ത 12 മണിക്കൂറിൽ അത് ന്യൂനമർദ്ദമായി ശക്തി കുറയാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇനിയുള്ള 5 ദിവസം പരക്കെ മഴയ്ക്കാണ് സാധ്യത. നിലവിൽ മധ്യപ്രദേശിന് മുകളിൽ ന്യൂനമർദ്ദം ശക്തി കൂടിയ സ്ഥിതി ചെയ്യുന്നുണ്ട്. മധ്യപ്രദേശിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ മരണവും ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് അതിശക്തമായ മഴയ്ക്കും 27-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത്. ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. ജൂലൈ 28 മുതൽ 30 വരെ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത കൽപ്പിക്കുന്നുണ്ട്. ഇനിയുള്ള 3 മണിക്കൂറിൽ കേരളത്തിലെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും അതുപോലെ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനിടയിൽ ഏറ്റവും വേദനാജനകമായ ഒരു കാര്യമെന്ന് പറയുന്നത് മൂന്നാറിൽ മണ്ണിടിഞ്ഞ് വീണ് ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു. ലോറിക്ക് മുകളിലേക്ക് മണ്ണ് ഇടിഞ്ഞ് വീണാണ് ഗണേശ് എന്ന വ്യക്തി മരണപ്പെട്ടിരിക്കുന്നത്. ബൊട്ടാണിക്കൽ ഗാർഡന് സമീപത്താണ് ഈ അപകടം ഉണ്ടായത്. ദേവികുളത്ത് നിന്ന് മൂന്നാറിലേക്ക് പോയിക്കൊണ്ടിരുന്ന ലോറിക്കാണ് അപകടം സംഭവിച്ചത്. മണ്ണ് വീണതിനെ തുടർന്ന് ലോറി താഴ്ചയിലേക്ക് വീണ് മറിയുകയായിരുന്നു. വാഹനത്തിൽ നിന്നും ഗണേശനെ പുറത്തെത്തിച്ച് ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ പോലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. അയാളെ രക്ഷപ്പെടുത്താനായി സാധിച്ചിട്ടുണ്ട്. ഇനി കേരള തീരദേശ മേഖലയിലുള്ളവർക്ക് കർശന നിർദ്ദേശമാണ് നൽകുന്നത്. അതായത് കണ്ണൂർ വളപട്ടണം മുതൽ ന്യൂമാഹി വരെയുള്ള ജില്ലയിലെ മേഖലകളിൽ തീരങ്ങളിൽ ഇന്ന് രാവിലെ 8:30 വരെയും, കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെ, ആലപ്പുഴ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെ ജില്ലകളിൽ ഇന്ന് രാത്രി 8:30 വരെയും 2.8 മീറ്റർ മുതൽ 3.4 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും അതുപോലെ തന്നെ കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം പറയുന്നുണ്ട്. മത്സ്യബന്ധനത്തിനടക്കം വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു കാരണവശാലും സമുദ്രമേഖലയിലേക്ക്, തീരമേഖലയിലേക്ക് ഇറങ്ങാൻ പാടുള്ളതല്ല. കൂടാതെ നദികളിലൊക്കെ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കാരണം അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നു. ഈ പറയുന്ന നദികളിലൊക്കെ തന്നെ സംസ്ഥാന ജലസേചന വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഈ നദീതീരത്തുള്ളവർ പ്രത്യേകമായി ജാഗ്രത പാലിക്കുക. ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത് പത്തനംതിട്ടയിലെ മണിമല, അച്ചൻകോവിലെ കോന്നിജീഡി, അതുപോലെ കല്ലേലി സ്റ്റേഷൻ പരിധി, എറണാകുളത്ത് മൂവാറ്റുപുഴയിൽ കക്കളശ്ശേരി സ്റ്റേഷൻ പരിധി എന്നിവിടങ്ങളിലാണ് ഓറഞ്ച് അലർട്ട് പറയുന്നത്. യെല്ലോ അലർട്ട് പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം വാമനപുരം നദി, കൊല്ലം പള്ളിക്കൽ നദി, ആലപ്പുഴ അച്ചൻകോവിൽ, പത്തനംതിട്ട മണിമല, പമ്പ, അച്ചൻകോവിലെ തുമ്പമൺ സ്റ്റേഷൻ, കല്ലൂപ്പാറ സ്റ്റേഷൻ CWC, പന്തളം സ്റ്റേഷൻ, ആറന്മുള സ്റ്റേഷൻ, ആലപ്പുഴയിലും അച്ചൻകോവിൽ, നാലുകെട്ടുകവല സ്റ്റേഷൻ, കോട്ടയം മണിമല പുല്ലായിക്കൽ സ്റ്റേഷൻ, ഇടുക്കിയിലെ തൊടുപുഴ മണക്കാട് സ്റ്റേഷൻ, എറണാകുളം കാളിയാർ, മൂവാറ്റുപുഴ തൊടുപുഴ സ്റ്റേഷൻ, പെരിയാർ മാർത്താണ്ഡോർമ സ്റ്റേഷൻ, തൃശ്ശൂരിലെ ഭാരതപ്പുഴ ചെറുതുരുത്തി സ്റ്റേഷനാണ്, ചാലക്കുടി വെറ്റിലപ്പാറ സ്റ്റേഷൻ, പാലക്കാട് ഭാരതപ്പുഴയിലെ വണ്ടാഴി സ്റ്റേഷൻ, ഭവാനി കോട്ടത്തറ സ്റ്റേഷൻ, മലപ്പുറം ഭാരതപ്പുഴ തിരുവേഗപ്പുര സ്റ്റേഷൻ, കോഴിക്കോട് കോരപ്പുഴയിലെ കുന്നമംഗലം സ്റ്റേഷൻ, അതുപോലെ കൊള്ളിക്കൽ സ്റ്റേഷൻ, കണ്ണൂർ വളപട്ടണത്ത് അയ്യപ്പൻകാവ് സ്റ്റേഷൻ, അനുങ്ങോട് സ്റ്റേഷൻ, വയനാട് കബനി മുത്തങ്കര സ്റ്റേഷനിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒപ്പം ഈ മണിക്കൂറിൽ പറഞ്ഞിരിക്കുന്നത് തൃശ്ശൂർ കരുവന്നൂർ കുറുവാളി സ്റ്റേഷനിലും യെല്ലോ അലർട്ട് പറയുന്നുണ്ട്. പത്തനംതിട്ടയിലെ പമ്പ മടമൺ സ്റ്റേഷനിലും, അച്ചൻകോവിലെ തുമ്പമൺ സ്റ്റേഷനിലും, മണിമലയിലെ കല്ലൂപ്പാറ സ്റ്റേഷനിലും, കോട്ടയം മണിമല സ്റ്റേഷനിലെ പുല്ലാക്കായൽ സ്റ്റേഷനിലും, എറണാകുളം കാളിയാറിലെ കലമ്പൂർ സ്റ്റേഷനിലും, ഇടുക്കി തൊടുപുഴ മണക്കാട് സ്റ്റേഷനിലുമാണ് ഇപ്പോൾ ഈ നിമിഷം പറഞ്ഞിരിക്കുന്ന പുതുക്കിയ മുന്നറിയിപ്പും. യാതൊരു കാരണവശാലും ജനങ്ങൾ നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ച് കടക്കാനോ പാടില്ലെന്നാണ് ഇതിലൂടെ പറയുന്നത്. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നും മാറി താമസിക്കാനും ഈ കൂട്ടത്തിൽ തയ്യാറാകേണ്ടതുണ്ട്.
കണ്ണൂർ ആറളം മേഖലയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി എന്ന റിപ്പോർട്ടും ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. വനമേഖലയിലാണ് മണ്ണിടിച്ചിലുണ്ടായതായി സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ആദിവാസി പുനരധിവാസ മേഖലയിലെ 13-ാം ബ്ലോക്ക്, 11-ാം ബ്ലോക്ക് എന്നിവിടങ്ങളിലെ സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായി അവിടെയുള്ള ആളുകളെ ഇതിനോടകം തന്നെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. വലിയ തോതിലുള്ള ഒരു അപകട സാധ്യതയാണ് അവിടെ പതിയിരിക്കുന്നത്. 50-ലധികം വീടുകളിൽ വെള്ളം കയറിയ സാഹചര്യം. പഴശ്ശി ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കുമെന്ന് ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഡാമിൻ്റെ ഭാഗത്ത് ഇരുകരകളിലുമുള്ള ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും അധികൃതർ നൽകി കഴിഞ്ഞിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് വയനാട് മക്കിമല പുഴയിൽ നീരൊഴുക്ക് അതിശക്തമായി തന്നെ മാറുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. പുഴയിൽ ചെളി കലങ്ങിയ വെള്ളം കുത്തി ഒഴുകുന്ന ഒരു സാഹചര്യം. മണ്ണിടിച്ചിലുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ അധികൃതർ നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. പ്രദേശവാസികളാണ് ഏറ്റവും അധികം ജാഗ്രത പാലിക്കേണ്ടതായി അധികൃതർ പറയുന്നത്. കനത്ത മഴയെ തുടർന്ന് വയനാട് മക്കിമല പുഴയിൽ നീരൊഴുക്ക് ശക്തമായതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ മേഖലയിൽ നിന്നും ആവശ്യാനുസരണം മാറി താമസിക്കണമെന്നും പറയുന്നുണ്ട്. കനത്ത മഴയെ തുടർന്ന് മാനന്തവാടി, വൈത്തിരി താലൂക്കിലെ 9 പഞ്ചായത്തുകളിൽ റിസോർട്ടുകളുടെയും ഹോം സ്റ്റേകളുടെയും പ്രവർത്തനം നിരോധിച്ചു കഴിഞ്ഞു. തവിഞ്ഞാൽ പഞ്ചായത്തിൽ, ഗ്രാമപഞ്ചായത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കൺട്രോൾ റൂമും ഈ സാഹചര്യത്തിൽ തുറന്നിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഇതിലൂടെ പ്രവചിക്കുന്നു. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ ഇന്ന് 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ്, അതുപോലെ നാളെ മുതൽ 30-ാം തീയതി വരെ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. സംസ്ഥാന സവിശേഷ ദുരന്തമായി തന്നെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ശക്തമായ കാറ്റ്. ഈ കാറ്റിൽ മരങ്ങൾ കടപുഴകിയും ചില്ലകൾ ഒടിഞ്ഞു വീണുമൊക്കെ അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ പാടില്ല. വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചില്ലകൾ വെട്ടി ഒതുക്കണം. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ പൊതുവിടങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കണം. ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ, ഇലക്ട്രിക് പോസ്റ്റുകൾ, കൊടിമരങ്ങൾ തുടങ്ങിയവയൊക്കെ കാറ്റിൽ വീഴാൻ സാധ്യത ഉള്ളതുകൊണ്ട് കാറ്റും മഴയും ഇല്ലാത്ത സമയത്ത് അവ ശരിയായ രീതിയിൽ ബലപ്പെടുത്തി അഴിച്ചു വയ്ക്കുകയോ എന്തെങ്കിലും ചെയ്യുക. കാറ്റും മഴയും ഉള്ളപ്പോൾ ഇതിൻ്റെ ചുവട്ടിലും സമീപത്ത് നിൽക്കാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ ശ്രമിക്കരുത്. ഒരു കാരണവശാലും പാടില്ല. ചുമരിലോ മറ്റോ ചാരി വെച്ചിട്ടുള്ള കോണി പോലെയുള്ള കാറ്റിൽ വീണു പോകാൻ സാധ്യതയുള്ള ഉപകരണങ്ങളും മറ്റു വസ്തുക്കളുമൊക്കെ കയർ ഉപയോഗിച്ച് കെട്ടിവെക്കണം. കാറ്റ് വീശി തുടങ്ങുമ്പോൾ തന്നെ ജനലുകളും വാതിലുകളും അടച്ചിടണം. ജനലുകളുടെയും വാതിലുകളുടെയും സമീപത്ത് നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീടിൻ്റെ ടെറസിലും മറ്റും നിൽക്കുന്നത് ഒഴിവാക്കണം. ഓലമേഞ്ഞതോ ഷീറ്റ് പാകിയതോ അടച്ചുറപ്പില്ലാത്തതോ ആയ കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർ മുന്നറിയിപ്പ് വരുന്ന ഘട്ടങ്ങളിൽ അധികൃതർ പറയുന്നതനുസരിച്ച് സുരക്ഷിതമായ കെട്ടിടത്തിലേക്ക് മാറി താമസിക്കണം. തദ്ദേശ സ്ഥാപനതല ദുരന്ത ലഘൂകരണ പദ്ധതി അനുസരിച്ച് കണ്ടെത്തിയിട്ടുള്ള ഇത്തരം ആളുകളെ റിലീഫ് ക്യാമ്പുകളിലേക്ക് മാറ്റാൻ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും റവന്യൂ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മുൻകൈയെടുക്കുക. കാറ്റും മഴയും ശക്തമാകുമ്പോൾ വൈദ്യുതി കമ്പികളും പോസ്റ്റുകളും ഒക്കെ പൊട്ടി വീഴാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. അത്തരത്തിൽ ഏതെങ്കിലും അപകടം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ KSEBയെ വിളിച്ചറിയിക്കുക. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺട്രോൾ റൂമിലോ മറ്റോ വിവരം അറിയിക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കുക. തകരാറ് പരിഹരിക്കുന്ന പ്രവൃത്തികൾ കാറ്റ് തുടരുന്ന ഘട്ടത്തിൽ ഒഴിവാക്കി കാറ്റും മഴയും അവസാനിച്ച ശേഷം മാത്രം നടത്തുക. KSEB ജീവനക്കാരുമായി പരമാവധി പൊതുജനങ്ങൾ സഹകരിക്കണം, ക്ഷമയോടുകൂടി. പൊതുജനങ്ങൾ നേരിട്ടിറങ്ങി ഇതുപോലുള്ള റിപ്പയർ വർക്കുകൾ ഒരു കാരണവശാലും ചെയ്യരുത്. പാൽ, പത്രം വിതരണക്കാർ പോലെയുള്ള അതിരാവിലെ ജോലിക്ക് ഇറങ്ങുന്നവർ പ്രത്യേകമായി ജാഗ്രത പാലിക്കണം. വഴികളിലെ വെള്ളക്കെട്ടുകളിലും മറ്റും വൈദ്യുതി ലൈൻ പൊട്ടി വീണിട്ടില്ല എന്ന് ഉറപ്പാക്കാൻ പ്രത്യേകം ശ്രമിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള അപകടം സംശയിക്കുന്ന പക്ഷം കൺട്രോൾ റൂമിൽ അറിയിച്ച് അപകടമില്ലെന്ന് ഉറപ്പ് വരുത്തി വേണം ഇനി പിന്നീട് മുന്നോട്ട് പോകേണ്ടത്. കൃഷിയിടങ്ങളിൽ കൂടി കടന്നു പോകുന്ന വൈദ്യുത ലൈനുകളും സുരക്ഷിതമാണെന്ന് പാടത്തിറങ്ങുന്നതിന് മുൻപ് തന്നെ ഉറപ്പ് വരുത്തണം. നിർമ്മാണ ജോലികളിൽ ഏർപ്പെടുന്നവർ കാറ്റും മഴയും ശക്തമാകുമ്പോൾ തന്നെ ജോലി നിർത്തിവെച്ച് സുരക്ഷിതമായൊരിടത്തേക്ക് മാറി നിന്ന് അവനവൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈറ്റ്.